അവർ വന്നും പോയിരിക്കുന്നവരാണല്ലോ. ഓക്കെ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏത് രീതി സാർ ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വർഷത്തേക്കുള്ള സാർ ചോദിക്കുന്നത് ചിലപ്പോൾ വർക്ക്മാൻ കോമ്പൻസേഷൻ ആയിരിക്കും. ആ പ്രൊവിഷനെല്ലാം നെയിം ചെയ്തിട്ട് കൊടുക്കേണ്ടത് റെഗുലറായിട്ട് അവർ നമ്മൾ ഒരു വർഷത്തേക്കുള്ള പ്രീമിയം നമ്മൾ കളക്ട്. ഭയങ്കര വലിയ പ്രീമിയം ഒന്നും വരില്ല. അപ്പോൾ ആ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഇത് പ്രീമിയം കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏജിനെ ഡിപ്പെൻഡ് ചെയ്താണോ? ഏജ് അല്ല, അല്ല, ഇവർ ചെയ്യുന്ന ജോലി അനുസരിച്ച്, ജോലി അതേപോലെ കവറേജ് അനുസരിച്ച്. എന്നുവെച്ചാൽ റിസ്ക് എന്തോരം കൂടുന്നോ അതിനനുസരിച്ച് അപ്പൊ അത് ജസ്റ്റ് നിങ്ങൾ കമ്പനി ഓണേഴ്സ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ ഇതേപോലത്തെ റിക്വയർഡ് ആയിരിക്കാം. സോ ബൾക്ക് പ്രീമിയം നിങ്ങൾക്ക് കിട്ടാനുള്ള പ്രശ്നമുണ്ട്. ഈ കേസ് പി എ ബൾക്കായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബൾക്കെന്നല്ല ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺടസ്റ്റിൽ 200% ക്രെഡിറ്റ്, 200% ക്രെഡിറ്റ് വരുന്നുണ്ട്. ഇതും ഹെൽത്ത് ഗ്ലോബൽ രണ്ട് പ്ലാനിനാണ് 200% ക്രെഡിറ്റ്. സോ അത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഹെൽത്ത് ഗ്ലോബൽ പ്ലാൻ നമ്മൾ കുറച്ച് നാളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഹെൽത്ത് ആ ഒരു ആളുടെ മാത്രം ബില്ല് വന്നത് 35 lakhs. 10 lakhs പ്ലാൻ 35 lakhs. 35 lakhs വേണ്ടല്ലോ, അത്രയും കൂടുതൽ പോകണം. നമുക്കൊരു 25 lakhs. ഇതിന് ശേഷം in future also I'm sure that we'll keep on doing good ഈ കമ്പനിക്ക് ടാക്സ് ബെനിഫിറ്റ് യൂസ് ചെയ്യാം. പ്ലസ് ആ കമ്പനി ഓണർക്ക് ഈ പറയുന്ന ആളുകളെ റീറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു അഡീഷണൽ ബെനിഫിറ്റ്. ഇപ്പോൾ മെജോറിറ്റി കമ്പനികളിലും വരുന്ന ഏറ്റവും വലിയ